ശശികുമാർ, സിമ്രാൻ ഇവരൊക്കെ കേന്ദ്ര കഥാപാത്രത്തിൽ വരുന്ന പടമാണ് ടൂറിസ്റ്റ് ഫാമിലി. കാറിൻ്റെ AC ഒന്ന് ഓഫ് ചെയ്തിട്ട്. ഞാൻ കഴിഞ്ഞ ദിവസം പോയി കണ്ട പടം തിയേറ്ററിൽ വലിയാണെന്ന് ഞാൻ കണ്ടില്ല. തമിഴ് പടമുണ്ടോ, പക്ഷേ ഉണ്ടായിരുന്ന ആൾക്കാരെല്ലാവരും എൻജോയ് ചെയ്തു. ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചൊരു കാര്യമാണ്, തിയേറ്ററിൻ്റെ ഒരു 50% ആളുണ്ടായിരുന്നു ഏകദേശം. അവരെ പടം എൻജോയ് ചെയ്ത്, ഞാൻ ഉൾപ്പെടെ. ആ ട്രെയിലറിൽ പറയുന്ന പോലെ തന്നെ ഒരു ശ്രീലങ്കൻ ഫാമിലി മദ്രാസിലോട്ട് തീരത്ത് വന്ന് കയറുന്നു. പിന്നീട് നമ്മുടെ ഇന്ത്യയിൽ സർവൈവ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ് കഥ. പടത്തിൻ്റെ പോസ്റ്റർ, പടത്തിൻ്റെ ആർട്ടിസ്റ്റുകളുടെ പേരുകൾ, ഡയറക്ടർ, പ്രൊഡ്യൂസർ ഇതെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കാം. തമിഴ് മൂവിയാണ്. ടിക്കറ്റ് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി പടം കാണാതെ റിവ്യൂ ചെയ്തു എന്ന് ആരും പറഞ്ഞുകൊണ്ട് വരണ്ടല്ലോ. ടിക്കറ്റ് ഇവിടെ വെച്ചിട്ടുണ്ട്. കണ്ട സമയം, ഏത് ടിക്കറ്റാണ്, ഏത് തിയേറ്റർ എന്നുള്ളത് വ്യക്തമാണ്. നമ്മുടെ ആവേശം പടത്തിൻ്റെ അകത്ത് BV ഇല്ലേ, ആ പയ്യൻ, പുള്ളിക്കാരൻ്റെ അകത്ത് ഒരു ക്യാരക്ടർ ചെയ്യുന്നുണ്ട്. അത്യാവശ്യം നല്ലൊരു സ്ട്രോങ് ക്യാരക്ടറാണ് അദ്ദേഹത്തിൻ്റെ. പുള്ളി ഇങ്ങനെയൊക്കെ അഭിനയിക്കുമെന്ന് നമുക്ക് തോന്നിപ്പോവും. ഇപ്പോൾ ഒരു കൊച്ചു പയ്യനുണ്ട്, ആ പയ്യൻ്റെ കോമഡി നല്ല രസമാണ്. ഭാവിയിലൊരു മെയിൻ കോമഡി ആർട്ടിസ്റ്റ് ആകേണ്ട ആളാണ്. ടൈമിങ് ഭയങ്കര പുള്ളിയുടെ കറക്റ്റായിട്ട്. പുള്ളിക്ക് ഈ ചെറുപയ്യെന്ന് പറയുമ്പം ഒരു 10-12 വയസ്സാണെങ്കിൽ 12 വയസ്സിലൊക്കെ അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നത് തന്നെ ഒരു വലിയ ഇതാണല്ലോ. അത്ര സീനിയർ ആർട്ടിസ്റ്റുകളിലൂടെ യോഗി ബാബു ഉണ്ട്. പിന്നെ ഒരു പോലീസ് ഓഫീസറുണ്ട്, ഇത് വില്ലനായിട്ട് വരുന്നുണ്ട്. അയാൾ നമ്മുടെ പ്രകാശ് രാജിൻ്റെ ഒരു ചെറുപ്പം പോലെ നമുക്ക് തോന്നി. ആദ്യകാലത്ത് പുള്ളി അഭിനയിച്ചിരുന്ന പോലെയൊക്കെ സ്ക്രിപ്റ്റിംഗ് നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ട്. നമ്മളെ ബോറടിപ്പിക്കാതെ ഓരോ സീൻസും പ്രസൻറ്റ് ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ ഇമോഷൻസ് ഭയങ്കരമായിട്ടും അതിൻ്റെ അത് കൊണ്ടുവരുന്നുണ്ട്. ഒരു കാലത്തൊക്കെ ശ്രീലങ്കയിൽ നിന്ന് ആൾക്കാർ ഇങ്ങോട്ട് വരാറുണ്ട്. അവർക്ക് തമിഴ് അറിയാമല്ലോ. അത്യാവശ്യം വലിയ കുഴപ്പമില്ലാതെ ശ്രീലങ്കൻസ് തമിഴ് ഭാഷ സംസാരിക്കാറുണ്ട്. രൂപത്തിലും സാമ്പത്തിലൊക്കെ അവരെ കണ്ടാൽ തമിഴ് പീപ്പിളിനെ പോലെ തന്നെ ഇരിക്കുന്നത്. അവരുടെ രാജ്യത്ത് ഒരുപാട് ക്രൈസിസ് ഉള്ള സ്ഥലമല്ലേ. അപ്പം അവിടെ നിന്ന് സർവൈവ് ചെയ്ത് ഇവിടെ വന്ന്, ചെറിയ ദൂരമല്ലേ, നമ്മുടെ ഇന്ത്യയായിട്ട് അത് മണിക്കൂറുകളും യാത്ര ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അറിയാവുന്നവർക്കറിയാം. ഒരു പോലീസ് ഓഫീസർ ക്യാരക്ടർ ചെയ്യുന്ന ആളുണ്ട്. ഞാൻ പറഞ്ഞ പോലീസ് ഓഫീസർ അല്ലാതെ കൊമ്പളങ്ങ നേഴ്സിൻ്റെ അകത്ത് സൗബിൻ്റെ കൂടെ ഒരു ക്യാരക്ടർ ചെയ്യുന്നവരുണ്ട്, ഇച്ചിരി സ്കെൽട്ട്. അയാളാണ് ഈ പോലീസ് ഓഫീസറിൻ്റെ ക്യാരക്ടർ ചെയ്യുന്നത്. ഇത് ഏത് കാറ്റഗറി പറയുന്നത് വെച്ചാൽ ഡ്രാമ, ഫാമിലി, കോമഡി മൂവി എന്നൊക്കെ നമുക്ക് പറയാം. പറ്റുമെന്നുണ്ടെങ്കിൽ അടുത്തുള്ള തിയേറ്ററിൽ പോയി കാണാൻ നോക്കുക. രസമാണ് പടം. ഇങ്ങനെ ഒരു ഫ്ലോ ഉണ്ട് ഇതിൻ്റെ. ഈ പടത്തിൽ വലിയ മാരക ലൊക്കേഷൻസോ അല്ലെന്നുണ്ടെങ്കിൽ മാരക വിഷ്വൽ ബ്യൂട്ടി ഒന്നും ഇല്ല. ഇവിടെ വ്യക്തികളുടെ ക്യാരക്ടേഴ്സാണ് നമ്മളെ കൂടുതൽ സ്വാധീനിക്കുന്നത്. മദ്രാസ് ഒരു കോളനി, ആ കോളനി ചുറ്റിപ്പറ്റിയാണ് കംപ്ലീറ്റ് പോകുന്നത്. അവിടെ പല സ്റ്റേറ്റിൽ നിന്ന് വന്ന പല മതസ്കരായ ആൾക്കാരുണ്ട്. ഈ മനുഷ്യരുടെയൊക്കെ ഒരു സ്നേഹം, ഒരു നിഷ്കളങ്കനായ ഒരു മനുഷ്യനെ സഹായിക്കാൻ ഒരു കൂട്ടം ജനത മുമ്പോട്ട് വരും. ഞാൻ പടത്തിൻ്റെ ഇൻ്റർവ്യൂവിലൊക്കെ ആൾക്കാർ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നതൊക്കെ ശ്രദ്ധിച്ചായിരുന്നു. അവർക്കെല്ലാം കണക്റ്റ് ആവുന്നുണ്ടായിരുന്നു. ഇപ്പം തമിഴ് ഭാഷയാണെങ്കിലും നമുക്ക് അത്യാവശ്യം കേട്ടാലും ഒക്കെ മനസ്സിലാവില്ല. മലയാളീസിന് പെട്ടെന്ന് മനസ്സിലാവില്ല. നമ്മൾ ഒരുപാട് തമിഴ് പടങ്ങൾ കാണാറുള്ളവരാണ് ഒരു പൊതുവെ എല്ലാവരും. അതുകൊണ്ട് നമുക്ക് മനസ്സിലാവും. ഇങ്ങനെയുള്ള പടങ്ങൾ വല്ലപ്പോഴേ വരാറുള്ളൂ, സ്ഥിരമായിട്ട് വരുന്നൊരു പടങ്ങളല്ല. ഞാൻ 100 പടം വന്നാൽ അതിൻ്റെ അകത്തൊരു 5 പടം കാണും ഇതുപോലത്തെ, അല്ലെ മാക്സിമം പോയ 10 പടം. അതാണ് ഇങ്ങനത്തെ പടങ്ങളുടെ പ്രത്യേകത. അപ്പം നമുക്ക് സ്ഥിരം കാണുന്ന പടങ്ങളൊന്നും ഒരു വ്യത്യസ്തമായൊരു മൂവി കാണാൻ പോകുന്നതിന് നിരാശപ്പെടുത്തില്ല എന്നൊരു വിശ്വാസമാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് വെച്ചിട്ട് മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടണം നിർബന്ധമൊന്നുമില്ല. അച്ഛൻ, അമ്മ, ഭാര്യ, ഭർത്ത ബന്ധം, അല്ല അയൽവാസികൾ തമ്മിലുള്ള ബന്ധം, ജാതി മതഭേദമില്ലാതെ മനുഷ്യനെ സ്നേഹിക്കുന്ന ഒരു വിഭാഗം ജനത, അവരുടെ ഒരു കൂട്ടായ്മ, അവരുടെ ഒരു ഒത്തൊരുമ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കണക്ട് ചെയ്യുന്ന, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തികൾ, ഇങ്ങനെയുള്ള കാഴ്ചകൾ കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായും ടിക്കറ്റ് എടുത്ത് പോകുന്നൊരു മൂവിയാണ്. ചെറിയ കോമഡികളൊക്കെ ഉണ്ട്. അത് നമുക്കിപ്പോൾ രജിസ്റ്റർ ആവുന്നൊരു കോമഡികളാണ്.
ആ കോമഡി ചെയ്യുന്ന പയ്യനെ നമുക്ക് ഇഷ്ടപ്പെടും. ആ പയ്യൻ നമ്മുടെ മനസ്സിൽ നിന്ന് പോകത്തില്ല. ഒരു ഫിലിമിൻ്റെ ബാക്ക് ബോൺ നട്ടൽ എന്ന് പറയുന്നത് തന്നെ സ്ക്രിപ്റ്റാണ്. ആ കാര്യത്തിൽ അവർ വിജയിച്ചു. പലപ്പോഴും പല പടങ്ങളും നമ്മൾ കാണാൻ പോകുമ്പം വലിയ സൂപ്പർ സ്റ്റാർസിൻ്റെ ഒക്കെ ആണെങ്കിൽ പോലും പടം ഭയങ്കര മേക്കിംഗ് ബേസൊക്കെ ഭയങ്കര വിഷ്വൽ ബ്യൂട്ടിയും വളരെ ഷോർട്സൊക്കെ കാണും. പക്ഷേ കഥ വരുമ്പം ഒന്നും കാണില്ല. പിന്നെ സൂപ്പർ സ്റ്റാർ അഭിനയിക്കുന്നു എന്നുള്ള പേരിൽ വേൾഡ് വൈഡ് റിലീസും പ്രീ ബുക്കിംഗ് വഴി അവർ മുടക്കിയ മുതലൊക്കെ ഊരി ലാഭത്തിലോട്ടെത്തും. പക്ഷെ ഇങ്ങനെയുള്ള പടങ്ങൾ ഒരുപക്ഷെ മുടക്കി മുതൽ മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. അതാണ് പ്രശ്നം വരുന്നത്. ഈ പടത്തെ സ്നേഹിക്കുന്നവർ ഇഷ്ടപ്പെടുന്നവർക്കേ ഉള്ളൂ ആ പടം തേടി വരാൻ പറ്റുള്ളൂ. ഞാനിത് ട്രെയിലർ നോക്കി എനിക്കിങ്ങനെ തോന്നി 96 മെയ് 7 അങ്ങനെയൊക്കെയുള്ള ഒരു മൂവി. നമുക്കറിയാം, ഒരു സ്ലോ ഇത് കൊടുത്ത് പടം ഇങ്ങനെ നമ്മളെ ഗ്രിപ്പ് ചെയ്ത് കൊണ്ടുപോവുക. ആ ഒരു പാറ്റേൺ നമ്മൾ എല്ലാ മൂവീസിലും യൂസ് ചെയ്യാൻ പറ്റില്ല. അത് കാണാനും സാധ്യത കൂടുതലാണ്. അപ്പോൾ ആ ലാഗ് പ്ലേസിങ് കറക്റ്റ് ആയില്ലെന്നുണ്ടെങ്കിൽ തല്ല അതാണ് കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ സ്ക്രിപ്റ്റ് പക്കയായിരിക്കണം, ഈ ലാഗ് വരുന്നിടത്ത് ഇമോഷൻ കറക്റ്റ് ആയിരിക്കണം. അതൊക്കെ വലിയൊരു ഘടകമാണ്. പടം എന്നെല്ലാം പറയുന്നത് അതുപോലത്തെ പടം കാണുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതിൻ്റെ ഇമോഷൻസ് എനിക്ക് ഫീൽ ചെയ്തത്. എല്ലാവർക്കും അത് ഫീൽ ചെയ്യണമെന്നില്ല. ഞാൻ എൻ്റെ വ്യക്തിപരമായ കാര്യമാണ് പറയുന്നത്. പറ്റുമെങ്കിൽ തിയേറ്ററിൽ പോയി കാണാൻ നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ, ടേക്ക് കെയർ.